അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദുമാരുടെ ടീച്ചർ ക്ലാസ് സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അത് ഇതിനു മുമ്പുള്ള രണ്ടെണ്ണവും നിങ്ങളെ കാണണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അതിൻ്റെ മുമ്പായിട്ട് മീറ്റിംഗ് ലിങ്ക് നമ്മൾ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങിലൂടെ അല്ലേ പറ്റുള്ളൂ ഓൺലൈൻ ആകുമ്പോൾ. അപ്പോൾ ആ മീറ്റിംഗ് ലിങ്ക് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ ആ മീറ്റിംഗ് ലിങ്ക് ഉണ്ടാക്കാനുള്ള ഇതാണ് ഇപ്പോൾ പറയുന്നത്. സെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ഫസ്റ്റ്. അത് കണ്ടില്ലേ മേലെ ഒരു നീല അടയാളത്തിൽ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിംഗ് ലിങ്ക് ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ആദ്യം നമുക്ക് കാണുന്നത്. എങ്ങനെയാണ് മീറ്റിംഗ് ലിങ്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഇംഗ്ലീഷിലാണ്. ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മലയാളം നമുക്ക് കിട്ടും. ഇതിൽ ഇപ്പോൾ ആകെയുള്ള കാര്യങ്ങൾ അകത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ഈ മീറ്റിംഗ് ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാ ക്രിയേറ്റ് ഷെഡ്യൂൾഡ് ഗൂഗിൾ മീറ്റ് എന്നുള്ള അതാണ്. ഇപ്പം നീല രണ്ടെണ്ണം കാണുന്നു, പേസ്റ്റ് മീറ്റിംഗ് ലിങ്ക്, ക്രിയേറ്റ് ഷെഡ്യൂൾഡ് മീറ്റിംഗ് ലിങ്ക് മേലെ കാണുന്നു. അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു പോപ്പപ്പ് വരുന്നു. ആ പോപ്പപ്പ് നമ്മൾ ഓക്കെ അടിച്ച് കയറുന്നു. ഇപ്പോൾ ഗൂഗിൾ കലണ്ടറിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഗൂഗിളിൽ ലോഗിൻ ആയിരിക്കണം. ഇനി ഇത് ലോഗിൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ലോഗിൻ ചോദിച്ചിട്ട് ലോഗിൻ അടിച്ചിട്ട് കയറിയിട്ട് വേണം ചിലപ്പോൾ പിന്നെയും തിരിച്ചു വന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഗൂഗിൾ കലണ്ടറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു തീയതി സെറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഇതാ ഒരു തീയതി, ആ തീയതിമ അടിക്കുമ്പോൾ നമ്മളിപ്പം ഇന്ന് 5-ാം തീയതിയാണ്, നമ്മളൊരു ഫ്യൂച്ചർ തീയതി, വരുന്ന ദിവസത്തെ ഒരു തീയതി നമ്മൾ സെറ്റ് ചെയ്യുന്നു, 6-ാം തീയതി. അത് കഴിഞ്ഞതിന് ശേഷം തീയതി ആയി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഡസ് നോട്ട് റിപ്പീറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഒരു ഡസ് നോട്ട് റിപ്പീറ്റ്. അവിടെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതേപോലെ വരും. ഡസ് നോട്ട് റിപ്പീറ്റ് ഡെയിലി, വീക്ക്ലി. അവിടെ നമ്മൾ കസ്റ്റം അടിക്കുക, അവസാനത്തെ അതടിക്കുക. അവിടെ ഇത് വന്ന് കിടക്കുന്നുണ്ടാകുക നെവർ എന്നാണ്. നെവർ, ഈ നെവറാണ് ഉണ്ടാവുക. അപ്പോൾ ഈ നെവർ തന്നെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഡൺ എന്ന് അടിയിൽ ഇതാ ഡൺ, ഡൺ നീല നിറത്തിൽ കാണുന്ന ബട്ടൺ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞൊരു ഇത് കാണും. ഇവിടെ ഡീറ്റെയിൽ, പിന്നെ ഫൈൻഡ് ടൈം എന്നൊക്കെ അതിൻ്റെ തൊട്ട് താഴെ ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിങ്. ഇതിലൊരുപാട് വേറെ ബട്ടണുകളുണ്ട്, അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇത് തൽക്കാലം ഇപ്പോൾ ഇത് ആവശ്യമുള്ളൂ. ആ ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിങ് എന്ന ഈ സാധനത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു മീറ്റിംഗ് ലിങ്ക് കിട്ടുന്നുണ്ട്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മീറ്റിംഗ് ലിങ്ക് നമ്മളിങ്ങനെ നോക്കിയിട്ട് അവിടെ അതിൻ്റെ തൊട്ടടിയിൽ ഒരു മീറ്റിംഗ് ലിങ്ക് വന്നിരിക്കുന്നു. ആ മീറ്റിംഗ് ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. എങ്ങനെ കോപ്പി ചെയ്യുക? അത് അവിടെ ഈ ബട്ടൺ അമർത്തിയിട്ട് ഇപ്പോൾ കോപ്പിയായി. അത് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് മേലെ പോയാൽ സേവ് എന്ന് കാണും. കോപ്പി ചെയ്യാതെ സേവ് ചെയ്യരുത്, കാരണം സേവ് ആയി പോകും അവിടെ, പിന്നെ നമുക്കതിൻ്റെ ലിങ്ക് കോപ്പി കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ സേവ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മളെ ഇതിലേക്ക് തന്നെ മടങ്ങി വരാം. നമ്മളെ പേജിലേക്ക് മടങ്ങി വരികയാണ്. നമ്മൾ 2-3 ക്ലിക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പേജിലേക്ക് മടങ്ങി വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ മടങ്ങി വന്നു. നമ്മളിപ്പം ക്ലാസ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നിടത്താണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു പടിയും കൂടി ഇങ്ങോട്ട് മടങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് വന്നിട്ട് നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ മീറ്റിംഗ് ലിങ്ക് എന്ന് കാണുന്നുണ്ടല്ലോ അടിയിൽ. ആ മീറ്റിംഗ് ലിങ്ക് എന്ന് കാണുന്ന സ്ഥലത്ത് നമ്മൾ ഈ മീറ്റിംഗ് ലിങ്ക് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ പേസ്റ്റ് മീറ്റിംഗ് ലിങ്ക് എന്നുണ്ട്, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലാതെയും നമുക്ക് മീറ്റിംഗ് ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. പേസ്റ്റ് മീറ്റിംഗ് ലിങ്ക് എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ മീറ്റിംഗ് ലിങ്ക് കാണുന്നില്ല, കാരണം നമ്മൾ മീറ്റിംഗ് ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നിടത്ത് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ പേസ്റ്റ് വന്നു. അവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ മാനുവലായിട്ട് അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മൾ മീറ്റിംഗ് ലിങ്ക് പോയി, നമ്മൾ ഒരു പടിയും കൂടി കീപ്പിട്ട് വന്നതുകൊണ്ടാണ് അത് പോയത്. അവിടെ ഒരു പ്രശ്നമുണ്ട്, വേണ്ടിയില്ല. ഞാനിവിടെ നീല നിറത്തിൽ, മഞ്ഞ നിറത്തിൽ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കാണുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന്, അതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ HTTPH എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത്. പക്ഷേ ഈ ലിങ്ക് തുടങ്ങുന്നത് വേറെ ഒരു കുറേ കൂടി സാധനങ്ങൾ ഉണ്ടായിട്ടാണ്. അത് നമ്മൾ മായ്ച്ച് കളയണം.
അങ്ങനെ അത് പൂർണ്ണമായിട്ടും മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതാ അങ്ങനെ പൂർണ്ണമായിട്ടും ഒറ്റ സ്പേസ് പോലും ഇല്ലാതെ മായ്ച്ച് കളയും. എന്നിട്ട് പിന്നെ സേവ് മീറ്റിംഗ് ലിങ്ക് എന്ന് നമ്മൾ അത് അവിടെ ചെയ്യും. അപ്പം നമ്മളെ മീറ്റിംഗ് ലിങ്ക് നമുക്ക് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ മീറ്റിംഗ് ലിങ്ക് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. അത് നേരത്തെ മീറ്റിംഗ് ലിങ്ക് ഉള്ളത് കൊണ്ടാണ് അപ്ഡേറ്റഡ് എന്ന് കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് മീറ്റിംഗ് ലിങ്ക് നമ്മളുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ക്ലാസ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ മീറ്റിംഗ് ലിങ്ക് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അടുത്ത വീഡിയോയിൽ പറയാം. അത് ദീർഘിച്ച് പോകുന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിൽ പറയാം. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, കുറഞ്ഞ കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അസ്സലാമു അലൈക്കും.